ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഞാൻ ഇന്നും ഒരു ഫ്ലവർ കട്ട് വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കട്ട് ബീഡ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി വെറൈറ്റി മോഡലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളറാണ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. ഇതും ആ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് നല്ല അടിപൊളി കമൻറ്റും റിവ്യൂസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ ഡ്രസ്സിൻ്റെ പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ടൊക്കെ. അപ്പോൾ അവർക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഷാളിനും കൂടെ ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. കാരണം മോന് സുഖമില്ലാതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും തന്നെ അർജൻറ്റ് ഇല്ല, സാവധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും തന്നെ അത് ഇതായി വെച്ചു. അതിലിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞ് ഞാൻ എന്തായാലും അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു അന്ന് ആ ഒരു വീഡിയോക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയും കൂടി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് ഒന്ന് നോക്കണേ. നമ്മൾ ഏത് ചിത്രമാണോ ഡ്രസ്സിൽ പേസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ ഒന്നെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വരച്ചിട്ട് വേണ്ടിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് വരക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഷേപ്പിൽ കട്ട് ചെയ്യാതെ ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ ആദ്യം വെച്ചിരുന്നത് ഒരു മുട്ടുസൂചി വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ജസ്റ്റ് വെച്ചാൽ തന്നെ അതവിടെ ഇങ്ങനെ ഇതായി നിൽക്കും. ജസ്റ്റ് നമ്മൾ നീക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഏതെങ്കിലും ഒരു പേളോ മുട്ടുസൂചി എന്തെങ്കിലും ഒന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പേൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതവിടെ ഉറച്ച നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പിന്നെ മറ്റിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് കൂടെ വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സിൽവർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കട്ട് ബീഡ്സും ഞാൻ ഓപ്പോസിറ്റ് കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേതിനേക്കാൾ നമ്മൾ ഒരു പീച്ച് കളറാണ് ഫ്ലവർ കൊടുത്തിട്ടുള്ളത് വൈറ്റിൽ. അപ്പോൾ വൈറ്റ് കട്ട് ബീഡ്സ് പീച്ചിന്മേക്ക് കാണാൻ ഒട്ടും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിൽവർ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കട്ട് ബീഡ്സിൽ കിടക്കുന്ന ഒരു ബ്ലൂ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മോൻ്റെ പണിയാണ്. അത് ഞാൻ കുറച്ച് മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം 2 കട്ട് ബീഡ്സും പിന്നെ കുറച്ച് മുത്തുകളും കൂടെ ആകെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പൊറുക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ചെയ്യാറാണ് കേട്ടോ പതിവ്. ഇനിയിപ്പോൾ ബ്ലൂവിൻ്റെ ആവശ്യത്തിന് ബ്ലൂവും ഇതിൽ നിന്ന് തന്നെ അങ്ങനെ എടുക്കും. കാരണം ഇത് മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നില്ല. ഇതുപോലെ അങ്ങനെ തന്നെ ചെയ്തു പോകാൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഓരോ എൻഡ് പോർഷനിലായിട്ട് നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷന് എങ്ങാനും മുകളിലായിട്ട് കട്ട് ബീഡ്സ് വെച്ചതിൻ്റെയും ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഏറ്റവും എൻഡ് പോർഷനിലാണ് ഞാൻ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ഭാഗമൊന്നും വന്നിട്ടില്ല. ഇനി അഥവാ എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത് കട്ട് ബീഡ്സിൻ്റെ അപ്പുറത്തേക്ക് ക്ലോത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്യാത്ത പണി കിട്ടും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഞാനിത് വെക്കുന്നത്. എല്ലാവരും വരച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കട്ട് ബീഡ്സ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതൊരു പേടിയാണ്. കാരണം നമ്മൾ അഥവാ കത്രികയ്ക്കല്ലേ നമ്മൾ കയ്യിൽ നിന്ന് അഥവാ മിസ്സായിക്കാണ്ട് ക്ലോത്തിലെങ്ങാനും ഇതായി കഴിഞ്ഞാൽ ചെറിയൊരു ഇത് മതിയല്ലോ നമുക്കത്. പിന്നെ അത് നമുക്കാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നീറ്റ്നെസ്സിലും ഇത് വേണ്ട നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാതെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഇങ്ങനെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാം, കാരണം കട്ട് ബീഡ്സ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വെക്കുമ്പോൾ അതിങ്ങനെ മറിഞ്ഞ് നിൽക്കൂലേ പോരൂലേ എന്നൊക്കെ. പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്ന് കട്ട് ബീഡ്സ് വെക്കുന്നതും ആ ഒരു മുകളിലായിട്ട് വെച്ചിട്ട് പിന്നെ നമുക്കത് വലിച്ചെടുത്തിട്ട് എൻഡ് പോർഷനിലേക്ക് കൊണ്ടുവരാം. ഞാനിതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഞാൻ നൂലാദ്യം ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോന്ന് കട്ട് ബീഡ്സ്. എന്നിട്ട് പിന്നെയാണ് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ചിലതൊക്കെ അങ്ങനെ പോരുമ്പോൾ തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫിക്സ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, പോരാതിരിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ. കാരണം നമ്മൾ ഈ തുന്നി കൊടുക്കുന്ന കട്ട് ബീഡ്സിൻ്റെ ഉറപ്പിലാണല്ലോ നമ്മൾ ഈ ഒരു ഫ്ലവർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബലം നമുക്ക് എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നല്ല രീതിയിൽ അത് ചെയ്താൽ മതി.
ടോപ്പ് നമ്മൾ പീച്ച് കളറിൽ വൈറ്റ് ഫ്ലവേഴ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഷാളിന് നമ്മൾ വൈറ്റ് ഇതിൽ പീച്ച് ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ് കേട്ടോ നിങ്ങളെപ്പോലെ. അപ്പോൾ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു ഫ്ലവർ കട്ട് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. ഈ ഒരു വർക്ക് തന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കസ്റ്റമർ തന്നിട്ടുള്ളതാണ് കേട്ടോ. ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ് നമുക്കൊരു കസ്റ്റമർ തന്നിട്ടുള്ള ഈ ഒരു വർക്ക്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. എന്നാൽ പിന്നെ എങ്ങനെയാണ്? താങ്ക് യു ഫോർ വാച്ചിങ്.